ഹായ് ഹലോ. ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഉം. ഇന്ന് ഇല്ല, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഇന്ന് എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പുറത്തുനിന്ന പിന്നെ ഗ്രാനി ഒന്ന് കളിക്കാം. കാരണം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ മുറിയിൽ. അപ്പോൾ ഒന്ന് ഗ്രാനി ഒന്ന് കളിച്ച് നോക്കാം എന്ന് കരുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഞാൻ ഇതിനു മുമ്പ് ഗ്രാനി കളിച്ചിട്ടില്ല ഗൈസ്. ഇന്നലെ വൈകിട്ട് എന്നോട് ജെയാണ് പറഞ്ഞത് റോബ്ലോക്സിലെ ഗ്രാനി. ഞാൻ പറഞ്ഞു റോബ്ലോക്സിലെ ഗ്രാനി കളിച്ചിട്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഗ്രാനി ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്ക്, തന്നിരുന്ന് കളിച്ചാൽ പേടിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കളിച്ച് നോക്കാമെന്ന് കരുതി. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല, ഇതെങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് കളിച്ച് നോക്കട്ടെ. ഡിഫിക്കൽട്ടി നമുക്ക് നോർമൽ മതി. അറ്റാക്ക് വന്നു പോയാൽ ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല, ഞാൻ തന്നെയുള്ള റൂമിൽ നിന്ന്. ഓക്കെ, അപ്പം ഡേ 1 ആണ് ഗൈസ്, ഡേ 1. ഓക്കെ, നമ്മൾ കട്ടിലിൽ നിന്ന് എണീറ്റ് ഓക്കെ ഇതൊക്കെ നടന്നു നോക്കാം. ഗൈസ് ആരെയും കാണുന്നില്ല. ഈ മുറിയിലൊന്ന് കയറി നോക്കാം. ഗൈസ് ആരാ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ കയറി ഇരുന്ന് നോക്കാം. പിടിച്ചു. ഗൈസ് ഇത് കട്ടിലിൻ്റെ അടിയിലൊക്കെ കയറി പിടിക്കുമായിരുന്നു. ഇപ്പം ഡേ 2 ആയി. ഡേ 2-ൽ നമ്മൾ വീണ്ടും എണീക്കുകയാണ്. ഓക്കെ, ഓനോ ഫോട്ടോ താഴെ വീണ് ഗൈസ്. നല്ല ശബ്ദം കേട്ട് വരുമോ? അയ്യോ, അപ്പോൾ ഡേ 3 ആയി ഗൈസ്. 2 പ്രാവശ്യം നമ്മുടെ അറ്റംപ്റ്റ് പരാജയപ്പെട്ടു. ഇത് നല്ല ടഫാണ് ഗൈസ്, നല്ല ടഫാണ്. ഇറങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ തള്ളപ്പുറകെ വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നോക്കാം. ഈ അലമാരിയിൽ നോക്കാം, എന്തെങ്കിലും എസ്കേപ്പ് ആവാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ. ഇത്തവണ എന്തായാലും തള്ളക്ക് പിടി കൊടുക്കത്തില്ല ഗൈസ്. തള്ളെ കണ്ട ഓടി തള്ളും. ഓഹോ, ബെല്ല് ഗൈസ് വരുന്ന തോന്നുന്നു ഗൈസ്. നോക്കി ഇതിൻ്റെ അടിയിൽ കയറാം. ഓക്കെ, അത് ആരണ്ട് വരുന്നുണ്ട് ഗൈസ്. എനിക്ക് ആണ്ട് വരുന്നു ഗൈസ്. ഇതിൻ്റെ അടിയിൽ കയറുമോ? ഇതിൻ്റെ അടിയിൽ കയറത്തില്ലെന്നാണ് തോന്നുന്നത്. Want to play hide and seek? തള്ളയെ വാതിലും തുറന്നിടുമായിരുന്നെങ്കിൽ നമുക്കതിലേ അങ്ങ് ചാടാമായിരുന്നു. പക്ഷേ ഗൈസ് തള്ള വാതിൽ തുറന്നിട്ട് ഗൈസ്. ഓ ഷിറ്റ്, വാതിലടഞ്ഞു.
ഗൈസ് തള്ള പെട്ടെന്ന് വരികയാണ് ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജേജ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തന്നേനെ. എനിക്കിതാ നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ എന്നൊരു വലിയ പിടിയില്ല ഗൈസ്. എന്തായാലും തള്ള പോട്ടെ. ഗൈസ് കണ്ടോ ഗൈസ്, നമുക്കൊന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല, തള്ള പുറകെ വരിക. അവർ പോകുന്നില്ല ഗൈസ്, അവിടെ തന്നെ നിൽക്കുന്നത് ഉണ്ടോ? അവർക്ക് എന്താ ഡൗട്ട് അടിച്ചെന്ന് തോന്നുന്നു. ഗൈസ് ഇത്തവണ ആ സൈഡിലോട്ടാ പോയത്. ഗൈസ് അവരവിടെ തന്നെ നിൽക്കുന്നു ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഗൈസ് ഇവരിവിടെ നിന്ന് പോകുന്നില്ല ഗൈസ്, അവർ ആ മുറിയിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അവർക്ക് എന്തോ ഡൗട്ടുണ്ട്. എന്താ ഗൈസ് ചെയ്യുന്നത്? എന്തായാലും പുറത്തിറങ്ങാൻ പോവാണ് ഗൈസ്, ഓടിത്തള്ളാം. ഓ ഗൈസ് ട്രാപ്പിലായി ഗൈസ്, ട്രാപ്പിലായി, നമ്മുടെ കാല് ട്രാപ്പിലായി ഗൈസ്. ഗൈസ് അങ്ങനെ ഡേ 4 ആയി. ഡേ 4 ഓക്കെ, ഡേ 4 4 ദിവസമായി ഗൈസ്. 4-ാമത്തെ ദിവസമെങ്കിലും രക്ഷപ്പെടണം. ഓ ഇതെന്താ ഫുള്ള് ബ്ലഡ് ആണല്ലോ. ഓ നമ്മുടെ കാല് ഇഞ്ചുറി ആയതല്ലേ. എന്തായാലും ഇത്തവണയെങ്കിലും രക്ഷപ്പെടണം. എന്താ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും ഓടി തള്ളണം. ഗൈസ് ഇതിലെ രക്ഷപ്പെടാൻ പറ്റുമോ? ഓ ഷിറ്റ്, ഹാമർ വേണം. ഓ അവിടെ ഒരു ഡോർ ഉണ്ടല്ലേ ഗൈസ്, അത് തുറന്നാൽ ചിലപ്പോൾ എസ്കേപ്പ് ആവാൻ പറ്റുമായിരിക്കും. ഓക്കെ എന്തായാലും പെട്ടി കാണാം. ഓക്കെ ആരോട്ട് വരുന്നു ഗൈസ്. തള്ള നടക്കുന്ന കാലച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ജെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നേനെ. ഇതിപ്പോൾ എന്തോ ചെയ്യണമെന്ന് നെക്സ്റ്റ് എന്താണെന്നൊരു പിടിയില്ല ഗൈസ്. ശരിക്കും നെഞ്ചങ്ങ് ശരിക്കും നമ്മളെ നെഞ്ച് കിടന്ന് പടപട്ടാന്നിടിക്കുന്നു ഗൈസ്. വയ്യെന്ന് തോന്നുന്നു കേട്ടോ, കാലൊക്കെ. ഓ ഷിറ്റ്, ഇവിടെ തന്നെ. ഓ, നമ്മൾ വന്ന വഴി തന്നെ ആയിരുന്നു കേട്ടോ. ഓ ഗൈസ്, അത് മറിഞ്ഞു. ഓ ഗൈസ്, ആ തള്ളയുടെ മുമ്പിലോട്ട് വന്ന് വീണ് ഗൈസ്. ഗൈസ്, ഡേ 5. ഓക്കെ ഗൈസ്, ഇത് നല്ല ടഫാണല്ലോ. നോർമൽ എന്ന് പറഞ്ഞിട്ടും നല്ല ടഫാണ് ഗൈസ്. ഇതെങ്ങനെ ഈ ഗെയിമിൻ്റെ അവസാനം നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമോ? ഒരു പിടിയുമില്ല. ഇതുവരെ ഈ ഗെയിം കളിച്ച് ആരെങ്കിലും എസ്കേപ്പ് ആയവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഇത് കളിച്ചാൽ ഇതിന് ഒരു എൻഡ് ഉണ്ടെന്ന്. ജസ്റ്റ് ചുമ്മാ നമ്മളെ ഇങ്ങനെ ഇട്ട് ഓടിക്കാം. അയ്യോ, തള്ള വരുന്നത് ഗൈസ്. ഗൈസ്, എൻ്റെ അടി കയറാം. ഓക്കെ. അയ്യോ, തൂക്കി ഗൈസ്, തൂക്കി. എന്ത് ചെയ്യും ഗൈസ്, ഒരു പിടിയില്ലല്ലോ ഗൈസ്. തള്ള നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നമ്മളെ ഗൈസ്, ഓ ഷിറ്റ്, നമ്മൾ തോറ്റു ഗൈസ്, തോറ്റു. ഗൈസ്, എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ ഗെയിം ആർക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതുവരെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒരു അറ്റംപ്റ്റ് കൂടെ നോക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യൻ്റെ നെഞ്ച് കിടന്ന് പട്ടപട്ടാന്ന് ഇട്ടിരിക്കുന്നു ഗൈസ്. മിക്കവാറും ഇത് കഴിയും, ഈ ഗെയിം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അറ്റാക്ക് വരും. ഒന്നുകൂടെ നോക്കാം. ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനലൊന്ന്, വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് 1000 വ്യൂസ് വേണം. എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മൾ ഉറക്കം എണീറ്റു പതിവ് പോലെ. ഇത്തവണ ഞാൻ ഗ്രാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും ഗൈസ്. ഓടി വരുന്നു ഗൈസ്. ഓ ഷിറ്റ്, എനിക്ക് തോന്നി, കാരണം തള്ളയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ അടിയിലേക്ക് കയറിയത്. അവർ എന്തായാലും തൂക്കി ഗൈസ്. ഡേ 2. ഇത്തവണ നമ്മൾ എസ്കേപ്പ് ആകും ഗൈസ്. ഓടിത്തള്ള ഇനി സ്റ്റോപ്പ് ആവണ്ട, എങ്ങനെ സ്റ്റോപ്പ് ആവണ്ട. തള്ള വന്നാലും നമ്മൾ ഓടിത്തള്ളും. ഓക്കെ, ഡോർ. ഓ ഷിറ്റ്, സാധനം എല്ലാം തട്ടി. അയ്യോ, തൂക്കി ഗൈസ്, വാതിലില്ല ഗൈസ്. ഡേ 3 ആയിട്ടുണ്ട് ഗൈസ്. എന്തുമായാലും നമുക്ക് നോക്കാം ഗൈസ്. തള്ളെ നമുക്ക് തിരിച്ചറ്റാക്ക് ചെയ്യാനുള്ള വഴികളൊന്നുമില്ലേ? എന്തെങ്കിലും വെപ്പൺസ് ഒക്കെ കിട്ടത്തില്ലേ?
ലീവ് ദിസ് ഹൗസ്. ഷിറ്റ്, വല്ല ഗണ്ണൊക്കെ എടുത്ത് വെക്കാനുള്ളതിന് ഒരു അലമാരിയൊക്കെ. ഓ ഷിറ്റ് ഗൈസ്, തള്ള വരുന്നു ഗൈസ്. ഓ ഷിറ്റ്, ബെസ്റ്റ് റൂമിലാണ് വന്ന് കയറിയത്. ഓ ഷിറ്റ്, പക്ഷെ നമ്മൾ മുമ്പേയും വീണതായിരുന്നു. ശേ, നോക്കിയിരിക്കേണ്ടതായിരുന്നു. ശേ കെയർലെസ് ആയിപ്പോയി ഗൈസ്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്, നല്ല ടഫാണ് ഗെയിം. നോർമൽ ഇങ്ങനെയാണെങ്കിൽ അപ്പം ഹാർഡ് ലെവലൊക്കെ എങ്ങനെ ആയിരിക്കും ഗൈസ്? ഒന്നാമത്തെ കാര്യം, എനിക്കിത് ഒരു പിടിയില്ല. ഓ ഷിറ്റ്, അയ്യോ, തൂക്കി തള്ള തൂക്കി. ഇല്ല ഗൈസ്, ഓട്ടി രക്ഷപ്പെടും ഗൈസ്, എന്തായാലും രക്ഷപ്പെടും ഗൈസ്. ഇത്തവണ എന്തായാലും തള്ളയെ പിടി കൊടുക്കത്തില്ല ഗൈസ്. ഓക്കെ ചെയ്ത് അകത്ത് കയറ്. അയ്യോ ഗൈസ്, എസ്കേപ്പായി ഗൈസ്, ഒരു വിധത്തിൽ എസ്കേപ്പായി ഗൈസ്. ഇനി ഇവിടുന്ന് എങ്ങനെ ഇവരങ്ങോട്ട് ഇവിടുന്ന് മാറുവാണെങ്കിൽ നമുക്ക് വല്ല വെപ്പൺസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇനി എന്തായാലും കെയർലെസ് ആയി കളിക്കുന്ന പരിപാടിയില്ല. ഓ ഷോ, ഓക്കെ തള്ള പോയി. അവർ കറങ്ങി വരുമോ ഗൈസ്? ഗൈസ്, അവരുടെ കാലച്ച കേൾക്കുന്നില്ല ഗൈസ്. ഏതൊക്കെയോ റൂമൊക്കെ തുറക്കുവാന്ന് തോന്നുന്നു. വെപ്പൺസ് വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ട്രാപ്പായനെ. ഓ നോ ഗൈസ്, തൂക്കി തള്ള തൂക്കി ഗൈസ്, തള്ളയുടെ കാല് കട്ട് ചെയ്താലോ? I see you. എന്തായാലും ഇന്ന് എസ്കേപ്പ് ആവും ഗൈസ്. ഗൈസ്, തള്ള ഓടുവാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അതുവഴിയല്ലേ വന്നേ, സോ ഇതുവഴി ഇറങ്ങാം.
Where are you? പോത്തല്ലേ. ഗൈസ്, നമ്മൾ സംസാരിക്കാതിരുന്ന് കളിച്ചപ്പോൾ പുതിയൊരു റൂമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. സോ അതാണ് ഞാൻ സംസാരിക്കാഞ്ഞത്. ഓക്കെ. ഓ, സേഫ് കീ ഒക്കെ വേണമല്ലോ ഗൈസ്. പിന്നെ അണ്ടർഗ്രൗണ്ട് പാസേജോ? ഓ നോ ഗൈസ്, തൂക്കി ഗൈസ്, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ. ഗൈസ്, ആ മറ്റേ ക്രൗച്ച് ചെയ്യുന്നത് എവിടായിരുന്നു? ഓ നോ, തൂക്കി ഗൈസ്. ആ ഓക്കെ 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 ഓക്കെ. ഇത്തവണ എന്തായാലും നമ്മൾ രക്ഷപ്പെടും ഗൈസ്. പോത്തള്ളേ. ഓ ഷിറ്റ്, അവരുടെ ഒരു ഹൈഡ് ആൻഡ് സീക്ക്. ബാ 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 ബാ, ഓടിയ 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 ഗൈസ്. തള്ളയിട്ട് വട്ടം കറക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, ക്രൗൺ ചെയ്ത് കയറ് കയറ് കയറ്. This is my fifth day in this house. She chased me wherever I go. I am get injured and my body hurts. The only thing I remember before I woke up in this house is that I was driving when my car suddenly broke down. I went out to see what the problem. Someone suddenly hit me in the head. I have managed to open a pair of locks on the front door, but that's all. Why does she do this? I hope no one will experience the same thing as I do. If I do not survive this, and if someone finds this message, I have noticed that she sometimes hide things inside fruits. Oh. ഗൈസ്, ഇതിനു മുമ്പ് ഇവിടെ ട്രാപ്പായി ഇരുന്നവരുടെ ഇട്ടേക്കുന്ന മെസ്സേജാണ്. ഓക്കെ, അവർ പറയുന്നത് തള്ള ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുമെന്നാണ്. ഗൈസ്, ഇതിൽ തള്ള വരുമ്പോൾ ഗൈസ് ഇതെന്താ? തള്ള നടക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം ഗൈസ്. ഇതെന്താ പട്ടിക്കൂടാ? ലോക്കാണ്. ഇതൊക്കെ എന്തുവാ ഗൈസ്? ഗൈസ്, ഇത്തവണ രക്ഷപ്പെടാമെന്ന് കരുതിയതായിരുന്നു ഗൈസ്. അങ്ങനെ 5-ാമത്തെ ദിവസമായി ഗൈസ്. 5-ാമത്തെ ദിവസം. ഇത്തവണ പിടിച്ച നമ്മൾ പിന്നെ തീർന്നതാ. ഷിറ്റ്. എന്തായാലും രക്ഷപ്പെട്ടെന്നാണ് കഴിഞ്ഞ കളി ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോഴാണ് തള്ളച്ചി പിടിച്ചത്. ഓക്കെ, ഡ്രോപ്പ് ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, ശബ്ദം കേട്ട് വരുമല്ലോ ഗൈസ്.
മണ്ടത്തരം കാണിച്ചു. അവൻ വരുന്നുണ്ട്. പറഞ്ഞ് തീർന്നില്ല. എത്തി. അയ്യോ തൂക്കി ഗൈസ്. ഗൈസ് കാറ് കിടന്ന മുറിയില്. ഓനോ കാറിനകത്തിരിക്കുന്നു ഗൈസ്. കാറ് കൊണ്ട് ഇടിപ്പിച്ച് നമ്മളെ കൊല്ലാനാണ് തള്ളയുടെ പ്ലാൻ. ഓ നോ 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 നോ. തീർന്നു ഗൈസ്, തീർന്നു. 2 തവണയും തള്ള നമ്മളെ കൊന്നു കളഞ്ഞു ഗൈസ്. 2 തവണ. ഇനി 3-മതൊരു തവണ കൂടി കളിച്ചാലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ജയ വരട്ടെ. ജയും വന്നിട്ട് അവൻ്റെ ഒപ്പം ഇരുന്നൊന്ന് കളിക്കാം. അവനാകുമ്പോൾ കുറച്ച് ഐഡിയാസ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് സഡൻലി ഇങ്ങനെ പെട്ടെന്നൊരു ഐഡിയാസ് ഒന്നും വരത്തില്ല. എന്ത് ചെയ്യണം ഏതാണെന്നുള്ളൊരു ഐഡിയാസ് ഒന്നും വരത്തില്ല. എന്തായാലും ജയ വരട്ടെ. ജയ വന്നിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് അവനെ കൊണ്ട് കളിപ്പിക്കാം. നോക്കാം കളിക്കാൻ പറ്റുമോ എന്ന്. നല്ല ടഫായിരുന്നു ഇത്. നോർമൽ എന്ന് പറഞ്ഞിട്ട് റിയലി ഹാർഡായിരുന്നു ഗൈസ്. കളിച്ചിട്ട് ജയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ.